ഖദീജ കലാരത്നം പ്രൊഡക്ഷൻസിനു വേണ്ടി കലാരത്നം നിർമ്മിച്ച ഖദീജ എന്ന ചലച്ചിത്രം റിലീസ് ചെയ്തത് 1967 ആഗസ്റ്റ് 18-നാണ്. കോട്ടയം ചെല്ലപ്പൻ്റെ കഥയ്ക്ക് തിരക്കഥ രചിച്ചത് കെ.ജി. സേതുനാഥ്. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനങ്ങൾ, എം.എസ്. ബാബുരാജൻ്റെ സംഗീതം. പാടിയവർ യേശുദാസ്, എസ്. ജാനകി, എൽ.ആർ. ഈശ്വരി, ബി. വസന്ത, തങ്കം, സീറോ ബാബു. ഇതിൽ സുറുമ എഴുതിയ മിഴികളെ എന്ന ഗാനം ഏറെ ഹിറ്റായി. ഛായാഗ്രഹണം മോഹൻ റാവു. അഭിനയിച്ചവർ സത്യൻ, മധു, കെ.പി. ഉമ്മർ, ഷീല, കമലാദേവി, കോട്ടയം ചെല്ലപ്പൻ, ബഹദൂർ, എസ്.പി. പിള്ള, മണവാളൻ ജോസഫ്, കടുവാക്കുളം ആൻ്റണി, സെബാസ്റ്റ്യൻ, ജയഭാരതി, സുകുമാരി, ബേബി കുമുദം, ബേബി ശ്രീലത. സംവിധാനം എം. കൃഷ്ണൻ നായർ. കഥ: അയൽവാസികളായ 2 കുട്ടികളാണ് ഖദീജയും രാധയും. ഖദീജയുടെ വാപ്പ നാട്ടിലെ മുഖ്യ ഡോക്ടറായ അബ്ദു ആണ്. രാധയുടെ അച്ഛൻ കാശ്മീരിൽ സൈനിക സേവനമനുഷ്ഠിക്കുന്ന സാധാരണ പട്ടാളക്കാരനായ രാമുവും. രാമുവിൻ്റെ ഭാര്യ മീനാക്ഷിയും മകൾ രാധയും തരകൻ മുതലാളിയുടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഡോക്ടർ അബ്ദുവും ഭാര്യ ഐഷയും എന്നും കാറിൽ ബീച്ചിൽ പോകും. കൂടെ ഖദീജയെയും രാധയെയും അവർ കൊണ്ടുപോവുകയും ചെയ്യും. ഡോക്ടർ അബ്ദു നല്ല ജോലിത്തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ ആയിഷ ആഗ്രഹിക്കുന്നത് പോലെ അവളോടൊപ്പം അധികം സമയം ഒന്നും ചിലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഇതിൽ ആയിഷയ്ക്ക് അല്പം വിഷമവും ഉണ്ട്. ഒരു നാൾ അവളുടെ ആഗ്രഹമനുസരിച്ച് ഒരു ഉല്ലാസയാത്ര പോകുവാൻ തീരുമാനിച്ചു. ഊട്ടിയിലേക്കുള്ള യാത്ര. യാത്രയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിഷയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ആ യാത്രയിൽ വലിയൊരു അപകടം സംഭവിച്ചു. ആയിഷയും ഖദീജയും അപകടത്തിൽ മരിച്ചു. ഡോക്ടർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ ഈ സംഭവം പല അപവാദങ്ങൾക്കും കാരണമാകുകയാണ് ഉണ്ടായത്. തരകൻ മുതലാളിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വഴങ്ങി സ്വർണവും പണവും ഉണ്ടാക്കുന്ന ചിട്ടിക്കാരി പാറുക്കുട്ടിയും അവളുടെ ഭർത്താവ് പണിക്കരുമായിരുന്നു അപവാദ പ്രചരണത്തിന് മുന്നിൽ നിന്നത്. അപവാദം എന്തെന്ന് വച്ചാൽ ഡോക്ടർ മീനാക്ഷി അവിഹിത ബന്ധമുണ്ടെന്നും അതിന് തടസ്സമായി നിന്ന ആയിഷയെയും ഖദീജയെയും മനഃപൂർവ്വം കൊന്നതെന്നും ആയിരുന്നു. ഈ അപവാദം ഡോക്ടറുടെ ഭാര്യ സഹോദരനായ സലീമിൻ്റെയും അബ്ദുവിൻ്റെ വാപ്പയുടെയും മുന്നിലെത്തി. അവർ ഇത് അറിഞ്ഞതോടെ ഇത് പറഞ്ഞു കൊടുത്തത് തരക മുതലാളിയാണ്. അവർ ഇത് അറിഞ്ഞതോടെ അയാളെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഭാര്യയുടെയും മറ്റാളുകളുടെയും വേർപാടിൽ മനംനൊന്ത് കഴിയുന്ന ഡോക്ടർ അബ്ദുവിനെ അളിയൻ കൊലപാതകിയെന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത്. മീനാക്ഷിയുടെ വീട്ടിൽ പോകാനോ രാധയുമായി അടുപ്പം വയ്ക്കാനോ പാടില്ലെന്ന് വാപ്പ അയാളെ വിലക്കുകയും ചെയ്തു. ഒരു രാത്രി തൻ്റെ ഡോക്ടർ മാമനെ കാണാനായി രാധ വീട് വിട്ടിറങ്ങി. അപവാദ ശരമേറ്റ് വേദനിച്ച് കഴിഞ്ഞിരുന്ന മീനാക്ഷി ഈ പേരിൽ മകളെ പൊതിരെ തല്ലി. അടികൊണ്ട് അവശയായ രാധയ്ക്ക് ടൈഫോയിഡ് പിടിപെട്ടു. കുഞ്ഞിന് രോഗമാണെന്നറിഞ്ഞ അബ്ദുവിൻ്റെ വാപ്പ കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകാൻ അബ്ദുവിന് അനുവാദം നൽകി. അബ്ദുവും മീനാക്ഷിയും കൂടി രാധയെ ആശുപത്രിയിലാക്കി. പണിക്കരിൽ നിന്നും രാമുവിന് വിവരം ലഭിച്ചു. രാമു അവധിയെടുത്ത് വീട്ടിൽ വന്നു. രാമുവിൻ്റെ പെട്ടെന്നുള്ള വരവ് ഡോക്ടറെ അത്ഭുതപ്പെടുത്തി. ചെറുപ്പകാലത്തെ രാമുവും അബ്ദുവും സുഹൃത്തുക്കളായിരുന്നു. തൻ്റെ ഉറ്റ സ്നേഹിതനെ രാമു അവിശ്വസിച്ചുമില്ല. രാമുവും ഡോക്ടറും ചേർന്ന് അബ്ദുവിൻ്റെ വാപ്പയെ കണ്ടു. തെറ്റിദ്ധാരണകൾ അകറ്റി സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുത്തു. മീനാക്ഷിയെയും രാധയെയുമായി കാശ്മീരിലേക്ക് പോകാൻ രാമു തീരുമാനിച്ചു വന്നതായിരുന്നു. അപവാദങ്ങളുടെ മുന ഒടിഞ്ഞു. ഏവരുടെയും സംശയങ്ങൾ മാറി. രാമുവും മീനാക്ഷിയും രാധയും കൂടി കാശ്മീരിന് പുറപ്പെട്ടു. വണ്ടി കയറി. വണ്ടി സ്റ്റേഷൻ വിടുന്നതോടെ രാധ മരണമടഞ്ഞു.